ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഈ ക്രിസ്മസിന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ലേസ് ടോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ലേസ് മെറ്റീരിയൽസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പ് എങ്ങനെ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളൊരു 2 മീറ്റർ ലേസിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീറ്ററിന് ഒരു 80 രൂപയായിട്ടോ ഇവിടെ വരുന്നത്. എറണാകുളത്ത് 80 രൂപയായിട്ടാണ് വരുന്നത് മീറ്ററിന്. അപ്പോൾ ഞാൻ ആദ്യം ഇത് 2 മടക്കി വെച്ചു. അത് ഒന്നുകൂടെ മടക്കി വെച്ചു. എന്നിട്ട് നമുക്ക് ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് 4 മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് താഴോട്ട് 17 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 17 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ താഴെ നമ്മളൊരു 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഡബിൾ ഫോൾഡൊക്കെ ചെയ്ത് തയ്ക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 1 ഇഞ്ച് താഴെ വിട്ടത്. ഇനി ഷോൾഡറിനായിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിന്. ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് താഴോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ താഴോട്ടൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക. ചെസ്റ്റിനായിട്ട് സെൻറ്ററിന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ആം ഹോളൊന്ന് വരച്ചിട്ടെടുക്കാം. ടോപ്പിൻ്റെ ഡൗൺ വിഡ്ത്തായിട്ട് സെൻറ്ററിന് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് വരച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുമ്പോടെ വിടണം. അപ്പോൾ താഴെ നമ്മളൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മുകളിൻ്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിടുന്നത്. പിന്നെ ബോഡിയുടെ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് വിട്ടാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 പോർഷൻ കിട്ടിയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതേ ഒന്ന് സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാം. നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തോന്നിൽ ഫ്രണ്ടിൻ്റെ എഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ ബാക്കിൻ്റെ ബി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നെക്കിൻ്റെ വിടുത്തായിട്ട് സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 അതാണ് നമ്മൾ ഫ്രണ്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വിടുത്ത് നമ്മൾ സെയിമായി ചെയ്ത പോലെ തന്നെയാണ്. സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ചാണ് വിടുത്തായിട്ട് നെക്കിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 2 പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് റൗണ്ട് നെക്കാക്കി എടുക്കുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളൊരു ഓപ്പണിങ് വിടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിന് നെക്കിൻ്റെ സെൻറ്ററിന് താഴോട്ടൊരു 3 ഇഞ്ചാണ് നമ്മൾ വിടുന്നത്. 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഓപ്പൺ വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് അത്രയും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടേ ബാക്കിൽ മാത്രം ഓപ്പണിങ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഓപ്പണിംഗ് ഒന്ന് തയ്ച്ചെടുക്കണം. അതിനായിട്ട് ഇത് 2 ഇഞ്ച് വീതിയും ഒരു 5 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഈ ഓപ്പണിങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഓപ്പണിങ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഓപ്പണിങ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഏകദേശം ഒരു വി പോലെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ച് ആ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് അത് കൂടെ തന്നെ ഒന്നുകൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ടിപ്പോൾ എക്സ്ട്രാ വെച്ച് ഈ ഒരു ക്ലോത്ത് ഒന്ന് പുറത്തോട്ടൊന്ന് മറച്ചിടുകയാണ്. ഒന്നിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. മൊത്തം ഒന്ന് പുറത്തോട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന് എഡ്ജ് വശം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ചൊന്ന് ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് 3 വശം, ഇത് സൈഡ് 2 പിന്നെ താഴെ വശം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കും. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഇതേ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക. ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഡ്രസ്സിന് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നില്ല. ലൈനിങ് നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. ഒരു ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലിട്ടാൽ മതി. ഇനി നെക്കിന് ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയുള്ള അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ ഒരു വശം ഒന്ന് ലോക്കാട്ടോ. പിന്നെ ഒരു എഡ്ജ് വശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഫ്രിൽസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിതേ ഇങ്ങനെ ഫ്രിൽസ് ചെയ്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ലെങ്ത്ത് എത്ര എടുക്കുന്നോ അത്രയും നല്ലതാവും. നമുക്ക് എത്രയാണോ നെക്ക് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് ഫ്രിൽസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നെക്കിലൊന്ന് വെച്ച് കൊടുക്കണം. കണ്ടോ, ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രില്ലിൻ്റെ നല്ല വശം നെക്കിൻ്റെ നല്ല വശം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമില്ലാത്ത പോർഷൻ വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ എഡ്ജ് വശം കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ എഡ്ജ് വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഫ്രിൽസ് നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് എക്സ്ട്രാ കുറച്ച് ക്ലോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഫ്രില്ലിൻ്റെ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ എഡ്ജ് വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല, സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതേ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫ്രില്ലായിട്ട് നെക്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു എക്സ്ട്രാ ഒരു ക്ലോത്തോട് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എഡ്ജ് വശം ഒന്ന് ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ, നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമല്ലോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത ഫ്രില്ലിൻ്റെ അതേ പോർഷനിൽ നെക്ക് ഒന്ന് റൗണ്ടാക്കി വെച്ച് കൊടുക്കുക. ഇതും അതെ, നമ്മൾ നെക്ക് എത്രയാണോ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്യുക, ആ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ, അത് ഞാൻ ചെറിയ കട്ട്സ് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വിട്ട് ചെറിയ കട്ട്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ലൈനിങ്ങൊക്കെ കൂട്ടി തയ്ക്കില്ലേ, അതേപോലെ തന്നെ. എന്നിട്ടിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ എക്സ്ട്രാ ക്ലോത്ത് മൊത്തത്തെ നമ്മൾ ഫ്രില്ലും അടക്കം ഒന്ന് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൊത്തം ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടെടുത്തു. ഇത് നമ്മൾ എക്സ്ട്രാ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതൊന്ന് അറ്റൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്നുകൂടെ നമ്മൾ ഫോൾഡ് ചെയ്തു. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു, ഫ്രിൽസ് വെച്ച് കൊടുത്തു, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചെയ്യാമെന്ന്. ഇനി നമുക്കിത് സ്ലീവ്സ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആ ഒരു ക്ലോത്ത് 2 ആക്കി മടക്കി വെച്ചു. അതൊന്നുകൂടെ ഒന്ന് മടക്കി വെച്ചു. അങ്ങനെ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നേരെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴോട്ടൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 3 പോയിൻ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടാം. ഇനി ഇത് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാനൊരു 20 ഇഞ്ചാണ് 20 ഇഞ്ചാണ് എടുക്കുന്നത് താഴോട്ട്. അപ്പോൾ അതൊന്ന് നേരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു, നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ ഡൗൺ വിഡ്ത്തായിട്ട് 8 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നേരെ നീട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ താഴെ ഫ്രിൽസ് പോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഫ്രിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഡൗൺ വിഡ്ത്ത് ഇത്രയും എടുത്തത്. പിന്നെ ആം ഹോളിൻ്റെ ആ പോയിൻ്റ് താഴോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നത്. പിന്നെ സൈഡിലും നമ്മുടെ ബോഡിക്ക്, സ്ലീവിൻ്റെ ബോഡിക്കും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ താഴെ എഡ്ജ് വശം നമ്മൾ 1 ഇഞ്ചാണ് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നത്. കാരണം നമുക്കവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്യണം. അതിന് വേണ്ടി താഴെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 2 പോർഷൻ കിട്ടും, ഇടത് സ്ലീവും വലത് സ്ലീവും, അങ്ങനെ 2 പോർഷൻ കിട്ടും. ഇനി നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കണം ടോപ്പിൽ. അതിനായിട്ട് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ 2 സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 2 സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവിൻ്റെ അടിവശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഓൾറെഡി നമ്മളൊരു 1 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. 2 സ്ലീവ് നമുക്ക് അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ സ്ലീവിൻ്റെ അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെ അടിവശവും നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഞാനിവിടെ ഒരു 7 ഇഞ്ച് ലെങ്ത്തുള്ള ഇലാസ്റ്റിക്കാട്ടോ എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ വീതി വന്നിട്ട് 4 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വന്നിട്ട് എടുത്തിട്ടുള്ളത്. ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ 2 സ്ലീവിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിവശവും കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. 2 അടിവശവും നമ്മൾ ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്യുക, ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഇതേ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി സ്ലീവ് മുതൽ ടോപ്പിൻ്റെ അടിവശം വരെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി 2 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വശം ഈ നെക്കിൻ്റെ ഇവിടെ ഒന്ന് ഹുക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടൺസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.